ആദരണീയനും ബഹുമാന്യനുമായ അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ, ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുടെ, ആദരണീയനായ മുഹമ്മദ് ബഷീർ സാഹിബ്, സ്നേഹം നിറഞ്ഞ കെ പി മജീദ് സാഹിബ്, വേദിയിലെ ആദരണീയ ബഹുമാന്യമായ എംഎൽഎമാർ, നേതാക്കൾ, സ്നേഹം നിറഞ്ഞ ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങൾ, അങ്ങ് വടക്കേ അറ്റത്ത് ഒരു അതിർത്തി പ്രദേശത്ത് വഞ്ചനയുടെ ഞാരടിയിൽപ്പെട്ട് ചെറിയ ജീവൻ ബാക്കി വെച്ച് ഇന്നോട് സംസാരിക്കാൻ പറ്റിയ ചെറിയ ജീവൻ മാത്രമേ ബാക്കിയുള്ളൂ. അത് ആ വഞ്ചനയിൽപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. വഞ്ചിക്കാൻ ശ്രമിച്ചെങ്കിലും ആ വഞ്ചനയിൽ പെട്ടുപോയി എന്നുള്ളതാണ്. 15-ാം തീയതി വരെ വോട്ട് വാഗ്ദാനം ചെയ്ത് 15-ാം തീയതി രാവിലെ വരെ, 15-ാം തീയതി രാവിലെ മുതലുള്ള 24 മണിക്കൂർ കൊണ്ടുള്ള പ്രവർത്തികൾ LDF-ന് കൊടുത്താൽ പോട്ടെ, എത്രയോ അന്തരമുണ്ട്. ഇത് കൊടുത്ത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി പണ്ട് ഞങ്ങളെ വാർഡിലൊക്കെ എന്നെ നെല്ലിക്കുന്നിന്റെ കാലഘട്ടത്തിൽ അന്നത്തെ ഒരു തവണ തോൽപ്പിക്കാൻ ഒരു വഴിയില്ലാതിരിക്കുമ്പോൾ BJPക്ക് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. എന്നെ നെല്ലിക്കുന്ന് സാഹിബിലായിരുന്നു അന്നും എതിരാണ് ചില കുട്ടികൾ. അപ്പൊ ഈ 2 ഹിന്ദുസ് വോട്ടുള്ള സ്ഥലത്തുള്ള 145-150 BJPക്ക് വോട്ടാണ്. അതുപോലെയാണ് ഇപ്രാവശ്യം നമ്മുടെ അവിടെ കണ്ടുവന്നത്. ഹിന്ദുസ് വോട്ട് പോളായതിനേക്കാളും കൂടുതൽ മുസ്ലിം വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടാണ് കണ്ടത്. അതിനെ തോൽപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം BJPക്ക് കൊടുത്ത് എന്നെ തോൽപ്പിക്കാനുള്ള പ്രത്യേകമായ നിർദ്ദേശങ്ങൾ നൽകിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വഞ്ചകരുടെ അടിയിൽപ്പെട്ടുപോയി. പേര് പറയാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതറിയാലോ, ഒരു വിഭാഗം സ്ത്രീകൾ എന്ന് അറിയാലോ. കാന്തപുരം സ്ത്രീകള് യാതൊരു സംശയമില്ല. അത് വളരെ വ്യക്തമാക്കിയതിന്റെ ശേഷം തന്നെയാണ് സംസാരിക്കാൻ വന്നത്. ഒരു ഭയവുമില്ല, ഒരു പേടിയില്ല. ഞാൻ ഇതിന്റെ പ്രധാന പ്രവർത്തകർ കൂടിയാണ്. പിന്നെ എനിക്ക് പറയുന്നത് ഒരു പേടിയില്ല. ഞാൻ ഇന്ത്യയുടെ നേതാവ് കൂടിയാണ്. SMFന്റെ ജില്ലാ സെക്രട്ടറിയാണ് ഞാൻ. എനിക്ക് പേടിക്കാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് വഞ്ചിച്ചു എന്നുള്ളതാണ്. എല്ലാം അവർ നേടിയെടുക്കുകയും എല്ലാം അവർക്ക് നൽകുകയും ചെയ്തതിന് ശേഷം രാര എന്ന് പറഞ്ഞ് 15-ാം തീയതി രാവിലെ പിന്നെ അതാണ് ഉണ്ടായത്. ആയിക്കോട്ടെ, എന്നാലും ഇവർ വിചാരിച്ചാലും അല്ല വിചാരിച്ച് ഇവർക്ക് പറയണം. ഞാൻ പറയുന്നത് എല്ലാവരും ദുആ ചെയ്ത് ഒരു ഭാരതമുന്നണികളുടെ 2 ലക്ഷം സലാത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കൃതം തോപ്പിക്കാൻ വേണ്ടി സലാത്തിനെ ഇങ്ങനെ പറഞ്ഞേക്കാം. എന്നിട്ടും തോറ്റില്ല. ഞാൻ പറഞ്ഞ എല്ലാവർക്കും ദുആക്ക് കുറേ ബക്കറ്റ് പേരുണ്ടാക്കുന്നു. പക്ഷെ ഇവരെ ദുആക്ക് ഉത്തരവില്ല എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. യാതൊരു സംശയം. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെയാണ് നമ്മൾ കണ്ടുവന്നത്. അപ്പൊ നമ്മൾ ഇഖ്ലാസോടുകൂടി പ്രാർത്ഥിച്ചു, പ്രയത്നിച്ചു, പ്രവർത്തിച്ചു. ലീഗിന്റെ MLA-മാരെ വാർത്തെടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായും അതിന് പ്രത്യേകമായി അനുവദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. 5 നിമിഷമാണ് എനിക്ക് അനുവദിച്ചത്. ഞാൻ അവിടുത്തെ മലയാളത്തിന് പഴക്കാക്കുന്ന പഴക്കം എനിക്ക് ഒത്തില്ല. അവിടെ പഴക്കാക്കുന്ന മലയാളം ഞാൻ പഴക്കാക്കുന്നു. എന്താവുമാ ഇല്ല, മലയാളത്തിന് മനസ്സിലായി. പിന്നെ തുണി വെച്ചോളം എന്താ പൂജി തുള്ളൂട്ട് പറ്റുന്ന
ಇಲ್ಲ ನಿಜ ಅಕ್ಷರ ಗೊತ್ತಾಗುತ್ತೆ ಇಡೇ ಬಂದಿದ್ದು ಬೇರೆ ಭಾಷೆ ಪಡೆದಿದ್ದು ಆಯ್ತು ಬೇಕಾದರೆ ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ್ತಾರೆ ಏನು ಗೊತ್ತಾಗಲ್ಲ ನಿಮಗೆ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡಿ ಪ್ರಯೋಜನ ಇಲ್ಲ ಆದರೂ ಕನ್ನಡದಲ್ಲಿ ಮಾತಾಡ್ತೇನೆ ನಾ ಗಡಿನಾಡು MLA ಗಡಿನಾಡು MLA ಕನ್ನಡದಲ್ಲಿ ನಿಲ್ಲಿಸಬೇಕು ಅಂತ ಹೇಳ್ತಾರೆ ನಿಲ್ಲಿಸಲಿಕ್ಕೆ ಟೈಮ್ ಆಯ್ತು ಗಡಿನಾಡಿಂದ ಈ ಕಡೆ ಬಂದು ಇಲ್ಲಿ ಮಾತಾಡಿ ಏನು ಪ್ರಯೋಜನ ಇಲ್ಲ ನಮ್ಮ ಗಡಿನಾಡು ಅಂದ್ರೆ 7 ಭಾಷೆಗಳು ಮಾತಾಡುವ ಪ್ರದೇಶ ಅಲ್ಲಿ ಮಾತಾಡಿದ್ರೆ ಗೊತ್ತಾಗುತ್ತೆ ಇಲ್ಲಿ ಯಾರು ಗೊತ್ತಿಲ್ಲ ಗೊತ್ತಿಲ್ಲ ಅದನ್ನು ನಾವು ಕನ್ನಡದಲ್ಲಿ ನಿಮಗೆ ಇಲ್ಲಿ ಬರ್ಲಿಕ್ಕೂ ನಿಮ್ಮನ್ನು ಉದ್ದೇಶಿಸಿ ಮಾತಾಡ್ಲಿಕ್ಕೆ ಅವಕಾಶ ಕೊಟ್ಟಂತ ನಿಮ್ಮೆಲ್ಲರಿಗೂ ಕೃತಿಜ್ಞತೆಗಳನ್ನು ಅರ್ಪಿಸ್ತಾ ಅಭಿನಂದನೆಗಳು ಅರ್ಪಿಸ್ತಾ ನಿಮ್ಮೆಲ್ಲರಿಗೂ മാറ്റുന്ന നമസ്കാരം ചെയ്യും അടുത്തതായി ബഹുമാനപ്പെട്ട